എങ്കിലേ എന്നോട് പറ ഐ ലവ് യു എന്ന്. ആ ഒരു ഡയലോഗ് ഇനി മാഞ്ഞു പോവുകയാണ്. ഇനി പുതിയ ഡയലോഗാണ്. എങ്കിലേ നമുക്ക് വിവാഹം കഴിച്ചാലോ. ഇന്നത്തെ എപ്പിസോഡ് മൊത്തം കൊണ്ടുപോയത് ആ ഒരൊറ്റ ഡയലോഗിലാണ്. എങ്കിലേ നമുക്ക് വിവാഹം കഴിച്ചാലോ. അനുമോൾ ഉൾപ്പെടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഉൾപ്പെടെ ഒരുമിച്ച് ഞെട്ടിപ്പോയ ഒരു സംഭവം. അനീഷിൽ നിന്ന് ഈ ഒരു ഡയലോഗ് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് സത്യം, അല്ലേ? ഞാൻ പ്രതീക്ഷിച്ചു, അത് വേറൊരു കേസ്. ഞാൻ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഈ ഒരു സംഭവം പറയുകയും ചെയ്തു. അപ്പോ ഇന്ന് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്ത ദിവസമാണ്. ഇന്ന് അനീഷിന്റെ എന്താണ് കാപട്യം അല്ലെങ്കിൽ അനീഷിന്റെ കള്ളങ്ങൾ വെളിപ്പെട്ട ദിവസമാണ്. ഇന്ന് അനീഷിന്റെ ഏറ്റവും ചീപ്പ് ഗെയിം വെളിപ്പെട്ട ദിവസമാണ്. മനസ്സിലായോ? അതായത് ഇന്ന് നമ്മൾ കാണുന്ന രാവിലെ അനീഷും അനുമോളുമായിട്ട് ആ ഊഞ്ഞാലിരുന്ന് ഇങ്ങനെ ആടുന്നു. അപ്പോൾ അനീഷ് അനുമോളെടുത്ത് പറയുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയുന്നു. തുമ്പികളെ പറ്റി സംസാരിക്കുന്നു, മഴയെ പറ്റി സംസാരിക്കുന്നു, ആ വെളുപ്പാൻ കാലത്തിന്റെ സൗന്ദര്യത്തെ പറ്റി അവർ സംസാരിക്കുന്നു. അപ്പോൾ അനീഷ് ചോദിക്കുന്നു, എന്താ? അനീഷ് രണ്ടും കൽപ്പിച്ചാണ് ഇരിക്കുന്നത്. അനീഷ് ചോദിക്കുന്നുണ്ട് എന്താണ് എന്നെ കുറിച്ചുള്ള അഭിപ്രായം. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, ആദ്യമൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പോ അനീഷ് ഏട്ടൻ കുറെ മാറി, ഇപ്പോൾ നല്ലൊരു മനുഷ്യനായിട്ടുണ്ട്, ഇപ്പോൾ ആര് കണ്ടാലും അനീഷ് ഏട്ടനെ ഇഷ്ടപ്പെട്ടു പോകും, ആർക്കും ഇഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ അനീഷ് അടുത്ത് കൊടുക്കുന്ന ഒരു ഡയലോഗാണ്, എങ്കിലേ നമുക്ക് വിവാഹം കഴിച്ചാലോ. ആ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ കിളി പറന്നുപോയ 4 സൈഡിൽ പറന്നുപോയ അനുമോളെ കണ്ടു. അനുമോള് അമ്മേ, എന്റെ അമ്മയെന്ന് വിളിക്കുന്ന അനുമോളെ കണ്ടു. എന്തു മറുപടി പറയണം എന്നറിയാതെ തരിച്ച് നിൽക്കുന്ന ഒരു അനുമോളെ കണ്ടു. അനുമോൾ അതിനെയൊക്കെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് പലതും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അനീഷ് വീണ്ടും ചോദിക്കുന്നു, ഞാൻ ചോദിച്ച ക്വസ്റ്റ്യന് ആൻസർ താ എന്നുള്ളത്. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യന് ഉത്തരം താ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അനുമോൾ പറഞ്ഞ ചുമ്മാ ഏരിയട്ടാ, ചേട്ടൻ എന്താ ഈ പറയുന്നത്, സീരിയസ് ആയിട്ടാണോ, നിങ്ങൾ പ്രാങ്ക് ആണ് കളിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയും. അനുമോൾ തിരിഞ്ഞിട്ട് നെഞ്ചിലേക്ക് ഇടിക്കുന്നുണ്ട്. എന്നെ കൊല്ലി എന്നുള്ള രീതിയിൽ നെഞ്ചിലിടിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഇതെങ്ങനെ ഇപ്പൊ ഈ ഒരു പുള്ളി വന്ന് ഇങ്ങനെ ഒരു പ്രപ്പോസൽ ചെയ്യുമ്പോൾ എടുത്തടിച്ചതുപോലെ പുള്ളി എടുത്തൊരു നോ പറയണ്ട എന്നുള്ളതിൽ അതൊരു ഒരു നല്ല പക്വതയോട് കൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അനുമോള് ശ്രമിക്കുന്നു. എന്നെക്കുറിച്ച് അനീഷ് ഏട്ടന്റെ മറുപടി എന്താണെന്ന് അങ്ങോട്ട് ചോദിക്കുന്നു. അപ്പോൾ വീണ്ടും അനീഷിന്റെ ചോദ്യം ഇത് തന്നെയാണ്, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ എന്നുള്ളതാണ്. വീണ്ടും അവളുടെ സ്വപ്നം കുറിച്ച് പറയുന്നു. അതായത് എന്റെ കല്യാണം, ഞാൻ ആദ്യം എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു, അത് പാളീസായി, ഇനി കല്യാണമേ വേണ്ട എന്ന് കരുതി പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, അമ്മയുടെയൊക്കെ ആഗ്രഹം അതല്ലേ, 2 കൊല്ലം കഴിഞ്ഞ് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, സ്വന്തമായിട്ടൊരു വീട് വെക്കണം എന്നൊക്കെ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, ഗുരുവായൂരിൽ പോയി എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് നിർത്തിയെടുത്ത് സഭേനെ ഒരക്ഷരം പോലും മിണ്ടാതെ എണീറ്റ് പോകുന്ന അനീഷിനെ കണ്ടു. ഇതെന്തപ്പാ എന്ന് കരുതി ഞെട്ടിത്തെരിച്ചിരിക്കുന്ന അനുമോള് അതിനുശേഷം ആരോടും മിണ്ടാതെ ഒരു എന്താ പറയുന്ന ഒരു ടീനേജ് കുട്ടികളുടെ പ്രണയം പോലെ, ഒരു പൈങ്കിളി പ്രണയം പോലെ ഈ മുഖവും വീർപ്പിച്ച് നടക്കുന്ന അനീഷ് എന്ന് പറയുന്ന 40-കാരനെ നമ്മൾ കണ്ടു. മഹാമോശം, ഇതെന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് വിചാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് അനീഷിന്റെ ഗെയിം ആയിരുന്നു എന്നുള്ള തിരിച്ചറിവ് പിന്നെയാണ് പറഞ്ഞത്. അത് ഷാനവാസ് കൃത്യമായിട്ട് പറയുന്നു, അത് എന്താണ് ലവ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ലവ് ട്രാക്ക് ഏറ്റവും അവസാനമാണോ കൊണ്ടുവരുന്നത് എന്നുള്ളത്. അതായത് ഒരു 9 ദിവസം കൂടിയേ ഇനി മിച്ചമുള്ളൂ. അവിടെ എത്ര സ്ട്രോങ് ആയിട്ട് തോന്നി എനിക്ക് തോന്നുന്നു ഈ അനീഷിന് ചിലപ്പോൾ അനുമോളെ തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നി അവളെ അതായത് അവളെ എസ് മൂളി കഴിഞ്ഞാൽ ആ ഒരു ലവ് ട്രാക്കും വെച്ച് ഫൈനലിലേക്ക് എത്താം. അതായത് ഇത്രയും സീസണുകൾ കണ്ട് വിലയിരുത്തിയ ഓരോ ലവ് സ്ട്രാറ്റജിയും അല്ലെങ്കിൽ ഓരോ ലവ് കോംബോയെ പ്രേക്ഷകർ എങ്ങനെയാണ് എടുത്തിട്ടുള്ളതൊക്കെ അറിയാവുന്ന അനീഷ് അവിടെ ഒരു ബുദ്ധി പ്രയോഗിക്കുന്നു, ഇത് എന്നെ അവസരം. അതാ പക്ഷേ അവള് യെസ് പറഞ്ഞാൽ ഇതും കൊണ്ട് നമുക്ക് കപ്പടിക്കാം, ഇല്ല അവള് നോയാണ് പറയുന്നതെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നടത്താം. അത് തന്നെയാണ് കൃത്യമായിട്ട് അവിടെ നടത്തിയത്. അതായത് അനുമോൾക്ക് അവൾക്ക് ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എങ്കിൽ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരുന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്ന് അവർക്ക് വെള്ളി അല്ലെങ്കിൽ ഡ്രൈ ഡേ, ഇപ്പൊ അവർക്ക് ഡ്രൈ ഡേ എനിക്ക് തോന്നുന്നത് ശനിയാഴ്ചയാണ്. ആ ഡ്രൈ ഡേയുടെ ദിവസം അവന് കൃത്യമായിട്ട് പറയാമായിരുന്നു. അന്ന് വലിയ ടെലികാസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ മൈക്കിടാതെ വളരെ രഹസ്യമായിട്ട് അതൊന്നും ചെയ്യാതെ കൃത്യമായിട്ട് ക്യാമറയിൽ ഇത് പതിയണം, പുറത്തു പോകണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അനീഷ് അത് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം പക്ഷെ നമ്മൾ പറഞ്ഞതിന് ശേഷം ആ പെൺകുട്ടിയുടെ മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ അവളെന്തോ തന്നെ ചതിച്ചു എന്നൊരു ലാഘവത്തോടു കൂടി, അല്ലെങ്കിൽ തന്നെ പറഞ്ഞു പറ്റിച്ചു, എന്നെ മോഹിപ്പിച്ച് എന്നെ വഞ്ചിച്ചു എന്ന് പ്രേക്ഷകരിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ
ഇതുവരെക്കായിട്ടും അനുമോളുടെ ആ വിശദീകരണം എന്താണ് കാരണം. അനുമോള് പല പ്രാവശ്യം വന്ന് പറഞ്ഞിട്ടും എനിക്കൊരു കാര്യം പറയണമെന്ന് പറയുമ്പോൾ വളരെ ദേഷ്യത്തോടു കൂടി എനിക്കിനി ഒന്നും പറയാനില്ല, അത് അവിടെ വെച്ച് ആ ചാപ്റ്റർ തീർന്നു, ഇനി അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല എന്ന് ആവർത്തിച്ച് പറയേണ്ട കാര്യം മറ്റൊന്നുമല്ല, ഇങ്ങനെ ഒരു സാധനം പുറത്തോട്ട് പോകട്ടെ എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സാധനം ഓൾറെഡി പുറത്തു വന്നു കഴിഞ്ഞു. അതായത് അനീഷ് ഫാൻസുകൾ ഈ ഒരു വിഷയം അറിഞ്ഞതിന് ശേഷം എങ്ങനെ ഏത് രീതിയിൽ അനീഷിനെ വെളുപ്പിച്ചെടുക്കാം, ഏത് രീതിയിൽ ഈ പെൺകുട്ടിയുടെ തലയിലേക്ക് ഈ പറയുന്ന ഭാരം അല്ലെങ്കിൽ ഈ പറയുന്ന കുറ്റം ചുമത്താം എന്നാലോചിച്ചുകൊണ്ട് പരക്കം പാഞ്ഞു നടക്കുന്ന അനീഷ് ഫാൻസുകളെ, അനീഷ് PR-കളെ നമുക്ക് കാണാൻ സാധിക്കും. എവിടെ നോക്കിയാലും പോസ്റ്റുകൾ കൊണ്ട് നിറയ്ക്കുകയാണ് ഈ പെണ്ണിന്റെ ചാരിത്രത്തെ വരെ കുറ്റം പറഞ്ഞുകൊണ്ട്. അതായത് പണ്ട് സ്റ്റാർ മേജിക്കിൽ അവരുടെ കണ്ടന്റിന് വേണ്ടിയിട്ട് അത് ജനങ്ങൾക്ക് മൊത്തം അറിയാം, ഈ പറയുന്ന അച്ഛൻ വിദ്രവുമായി നടത്തിയ കോംബോ വരെ എടുത്തിട്ട് ഇവർക്ക് ഇത് തന്നെയാണ് പണി, അതായത് കല്യാണം കഴിഞ്ഞവരെയാണ് ഇവരുടെ നോട്ടം എന്ന് വേണ്ട ഒരു പെൺകുട്ടിയെ ഇനി പറയാനൊന്നുമില്ല, അമ്മാതിരിയിലുള്ള പോസ്റ്റുകളാണ് അടിച്ചിറക്കുന്നത്. പക്ഷെ സാധാരണ ജനങ്ങൾ, കുറച്ച് സെൻസുള്ള മന്ദബുദ്ധി അല്ലാത്ത ജനങ്ങൾക്ക് മനസ്സിലാവും അനുമോൾ അവിടെ കാണിച്ചത് വെറും തമാശയായിരുന്നു. അത് തമാശയാണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല എങ്കിൽ അവരൊന്നും അവർക്കൊക്കെ തലയ്ക്കെന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ കരുതും. ഇന്ന് ഷാനവാസ് അവിടെ പറയുന്നുണ്ട് നീ അവനെ ഹോപ്പ് കൊടുത്തതല്ല, ഇനി അതിലും പിടിച്ചുകൊണ്ട് വരും. പക്ഷെ ഷാനവാസ് ഇത് തന്നെയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. ഷാനവാസ് എന്താണ് അവിടെ കളിയാക്കുകയായിരുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസും അന്ന് തൊട്ട് ഷാനവാസിന്റെ സ്വഭാവം ഇത് തന്നെയായിരുന്നു. ഏറ്റവും വലിയൊരു ഉദാഹരണം പറഞ്ഞാൽ ബിന്നിയുടെ വിഷയം, ബിന്നിയും അനുമോളും തമ്മിലൊരു വിഷയം ഉണ്ടായിരുന്നു, ഡോക്ടർമാരുടെ ചൊല്ലിയൊരു വിഷയം. അതിനെ ഇങ്ങനെ കത്തിച്ച് അനുമോളുടെ തലയിലേക്ക് നീ അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ ആ രീതിയിലാണ് ഷാനവാസ് അവിടെ പറയുന്നത്. സത്യം പറഞ്ഞാൽ ആർക്ക് കണ്ടാലും വളരെ കൃത്യമായിട്ട് അനീഷിന് തന്നെ അത് അറിയാമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അറിയാതിരിക്കാൻ ഒന്നുമില്ല. നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ ഇവിടെ പ്രേക്ഷകരായിട്ട് നമ്മൾ ലൈവ് കൊണ്ടുപോയി എപ്പോഴെങ്കിലും അനുമോളുടെ ഭാഗത്ത് അനുമോൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിട്ട് വളരെ തമാശവൽക്കരിച്ചുകൊണ്ടാണ് കാണിച്ചത്, അല്ല ഹാസ്യരൂപേണയാണ്, നമുക്ക് കണ്ടാൽ ചിരി വരുന്ന രീതിയിലാണ് കാണിച്ചത്. അല്ലാതെ ഒരു യഥാർത്ഥ പ്രണയം അത് കണ്ണിൽ തന്നെ നോക്കിയാൽ മതി, വേറെ ഒരു ആംഗ്യവും കാണിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു നോട്ടത്തിൽ തന്നെ നമുക്കത് തിരിച്ചറിയാൻ കാണും. അനീഷ് വിചാരിച്ചത് ഞാൻ എസ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ചെന്നൊരു പ്രപ്പോസൽ നടത്തി ഉടനെ അവൾ എന്റെ ബാക്കിൽ വരും, അല്ലെങ്കിൽ അപ്പൊ തന്നെ യെസ് മൂളും എന്നാണോ അനീഷ് കരുതിയത് എനിക്കറിയത്തില്ല. അവൾക്കൊന്ന് ആലോചിക്കാനുള്ള ഒന്നൊന്ന് ചിന്തിക്കാനുള്ള അവസരം പോലും കൊടുക്കാതെ അവളുടെ മറുപടി എന്താണ്, എന്തുകൊണ്ട് നീ എന്നെ നിരസിച്ചു എന്ന് പോലും ചോദിക്കാൻ നിൽക്കാതെ ഒരൊറ്റ കടും പിടുത്തത് നിൽക്കുകയാണ്. എനിക്കിനി ഒന്നും കേൾക്കാനില്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, നിനക്ക് പറ്റുമെങ്കിൽ അങ്ങ് അക്സെപ്റ്റ് ചെയ്യില്ലെങ്കിൽ നീ വഞ്ചകയാണ്, നീ എന്നെ വഞ്ചിച്ചു എന്നൊരു ലേബിൾ അവളുടെ പുറത്തേക്ക് ചാർത്തി കൊടുക്കാം എന്ന് അനീഷ് കരുതിയെങ്കിൽ അനീഷ് പൊന്നനീഷ് ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ, കോമൺ സെൻസ് ഉള്ള ജനങ്ങൾ, ഈ പറയുന്ന എന്താണ് മനസ്സിൽ നന്മ മാത്രം കൊണ്ട് നടക്കുന്ന ജനങ്ങൾക്ക്, ഭൂരിഭാഗം വരുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന്. താങ്കൾ ഒരു വിവാഹിതനാണ് എന്നതുപോലും മറന്നുകൊണ്ട് ഒരു പെൺകുട്ടി എടുത്ത് പ്രപ്പോസൽ ചെയ്തതൊന്നും നമ്മൾ തെറ്റ് പറയുന്നില്ല. ആ പെൺകുട്ടിക്ക് പറയാനുള്ളത് പോലും കേൾക്കാതെ, ശരി താങ്കൾക്കൊരു ഇഷ്ടം തോന്നി പറഞ്ഞു, ആ പെൺകുട്ടി ഒരു എനിക്ക് ഇഷ്ടമല്ല, ഞാൻ ഇങ്ങനെ ഒരു സഹോദരനായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ശരി ഓക്കെ ഞാൻ നിന്റെ അഭിപ്രായത്തെ മാനിക്കുന്നു എന്ന് പറഞ്ഞ് ഹീറോ ആയിട്ട് വരേണ്ടതിന് പകരം പൊടി പിള്ളേരെ പോലെ, അതായത് ടീനേജ് കുട്ടികളെ പോലെ പൈങ്കിളി പ്രണയത്തെ പോലും തോൽപ്പിച്ച് കളയുന്ന രീതിയിലുള്ള അഭിനയ പ്രകടനമാണ് അനീഷ് നടത്തി. ഇതുവരെ ആ അഭിനയം നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് അനുമോൾ വന്നിരിക്കുമ്പോൾ എണീറ്റ് പോകുന്നു, അനുമോൾ അങ്ങോട്ട് പോകുമ്പോൾ എണീറ്റ് പോകുന്നു. എന്താ ഇത് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കിങ്ങനെ ഒരു റോക്കോഡ് ഫീൽ ചെയ്യുന്നത് അനീഷ് ആയതുകൊണ്ട്. അനീഷ് നമുക്ക് തന്ന പിക്ചർ, അനീഷ് എന്താണ് എന്ന് നമുക്ക് തന്ന ഒരു പിക്ചർ ഉണ്ട്. ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ മൊത്തം പല അനീഷിന്റെ മുൻകാല ചരിത്രത്തെക്കുറിച്ച്, അനീഷിന്റെ മുൻ ഭാര്യ കൊടുത്ത കേസിനെ കുറിച്ചൊക്കെ കുറെ, അതായത് എന്താണ് സൗന്ദര്യം കുറഞ്ഞത് കൊണ്ടാണ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കേസിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്നത് അതെന്തോ ചിലപ്പോൾ കള്ളക്കേസായിരിക്കാം. എങ്കിലും അനീഷ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചീപ്പ് ഗെയിം എന്നേ നമുക്ക് പറയാൻ പറ്റും. വളരെ വളരെ ചീപ്പായിട്ടുള്ള ഒരു ഗെയിമാണ് അനീഷ് ഇപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഈ പറയുന്ന അനുമോളുടെ കേസ് പറയുകയാണെങ്കിൽ കിളി പോയി നടക്കുന്ന അനുമോളെ കാണാം. ഇനി ആര് പുറത്തായി എന്നുള്ളതാണ്. ഇന്ന് ഈ പറയുന്ന അനീഷും ഈ പറയുന്ന അനുമോളും തമ്മിലുള്ള സംഭവം ലാലേട്ടൻ ചോദിച്ചോ എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ചോദിച്ചിട്ടുണ്ട്. അതിനെ സാധൂകരിക്കുന്ന പ്രമോകൾ വന്നു കഴിഞ്ഞു. അപ്പൊ നാളെ ചോദിക്കും. അവർക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടിയാൽ അവർക്ക് ഓണം വന്നതുപോലെയാണ്, അവരിത് നല്ല രീതിയിൽ ആഘോഷിക്കും. അപ്പോൾ അനീഷിന്റെ മറുപടി എന്തായിരിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. അനീഷ് വാശി തീർക്കും പോലെ എന്താണ് ജയിൽ നോമിനേഷനൊക്കെ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും കിളി പറന്ന് നടക്കുകയാണ് ആര്, നമ്മുടെ അനുമോള്. എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇനി ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നെഗറ്റീവ് ആവുമോ
ഞാൻ എന്തെങ്കിലും പറ്റില്ല എന്ന് പറഞ്ഞ് ആ പുള്ളിയുടെ ഗെയിമിനെ അത് ബാധിക്കുമോ എന്നൊക്കെ ഉള്ള വേവലാതികൾ പുള്ളിക്കുണ്ട്. എന്നിട്ടും അനുമോൾ പറയുന്നൊരു കേസുണ്ട്, എന്തൊക്കെയായാലും നമ്മുടെ അടുത്ത് ഒരാൾ ഇഷ്ടം പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അവരെ തിരസ്കരിക്കാൻ പാടില്ല, അവരെ വെറുക്കാൻ പാടില്ല, അവരോട് ദേഷ്യപ്പെടാൻ പാടില്ല. ഒരാളെ നമ്മളെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. അത് ആർക്കും ഇടും. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ മാന്യമായിട്ടുള്ള രീതിയിൽ, അവർക്ക് ഹെർട്ടാവാത്ത രീതിയിൽ, അവർക്ക് വേദനിക്കാത്ത രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കുക എന്നുള്ളത്, അതിനാണ് അനുമോൾ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മുടെ ഗെയിമർ, ക്രൂക്കഡ് ഗെയിമർ അതിന് അനുവദിച്ചു കൊടുക്കുന്നില്ല. ഞാൻ ഇവിടെ ഒറ്റപ്പെട്ട് നടക്കുകയാണ്, എന്നെ അവൾ ചതിച്ചു, എന്നെ അവൾ മോഹിച്ചു ചതിച്ചു എന്നുള്ളത് അനീഷ് അവിടെ അഭിനയിക്കുമ്പോൾ ഇവിടെ നല്ല രീതിയിൽ അതിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നുമുണ്ട്. വെരി ഗുഡ്, വെൽ ഡൺ. അപ്പോ ഇനി നാളെ ആര് ഔട്ടാവും എന്നുള്ളത്, അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രചരണമൊക്കെയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും അൺഫെയർ ആണ്, അവിടെ നിൽക്കുന്നത് അൺഫെയർ ആണെന്ന് നായികയ്ക്ക് 40 വട്ടം പറഞ്ഞ ഒരു വ്യക്തി പുറത്തായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു കിംവദന്തി കേൾക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ എന്തായാലും അങ്ങനെ കേൾക്കുന്നത് ശരിയാണെങ്കിൽ നല്ലത് തന്നെയാണ്, അല്ലേ? ഇനിയിപ്പോ അവിടെ നിൽക്കുന്ന ആരായാലും സാബുമാൻ സംസാരിക്കാതിരുന്നു, വാ തുറക്കാതിരുന്നപ്പോൾ സാബുമാൻ നല്ല വോട്ടായിരുന്നു എന്ന് സാബുമാൻ വാ തുറന്നു, അന്ന് തൊട്ട് സാബുമാന്റെ വോട്ട് കുറയാൻ തുടങ്ങി. കാരണം ശകുനി അല്ലെങ്കിൽ നാരദൻ എന്നൊരു പേര് അവൻ ഇട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ആപ്റ്റായിട്ടുള്ള പേരാണ്. ഇന്ന് അനുമോള് പൊടിച്ചടുക്കിയിട്ടുണ്ട്. അനുമോൾ ഇന്ന് സാബുമാനെ പറ്റി പറഞ്ഞ ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിരുന്നു. അവിടെയൊക്കെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു വിറയല് പോലെ അനുമോൾക്കെതിരെ നീ കള്ളിയാണ്, പെരുങ്കള്ളിയാണ്, വളച്ചൊടിക്കുന്നു. പക്ഷെ അനുമോൾ പറഞ്ഞതല്ല. അതിനുശേഷം അനുമോൾ വന്ന് വിളിച്ചിരുത്തി അവനെ പറഞ്ഞു നീ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ വളരെ കൃത്യമായിരുന്നു. ഒരു മുട്ട കിട്ടിയില്ല, പ്രോട്ടീന് വേണ്ടിയിട്ട് അടികൂടുകയാണ്. പ്രോട്ടീന് വേണ്ടിയിട്ട് അവിടെ കിടന്ന് മുട്ടൻ അടികൂടുന്ന സാബുമാനിന് വീട്ടിലിരുന്ന് പ്രോട്ടീൻ കഴിക്കാം എന്നാണ് തീരുമാനം എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കും. എന്തായാലും അതൊക്കെ നമുക്ക് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ കാണാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം, വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തി നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.